വെൽക്കം ടു ജെസിസ് കിച്ചൺ. ജെസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല മൊരിഞ്ഞ കോളിഫ്ലവർ ആണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള കോളിഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ കട്ട് ചെയ്ത് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ചപാടെ നമുക്കിത് ഓഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ അധികം ഒന്നും കുക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോളിഫ്ലവറിലൊക്കെ നന്നായിട്ട് ഉപ്പൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കോളിഫ്ലവറിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴോട്ട് പോയിക്കോളും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാദാ മുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ കോൺഫ്ലവറിനെ മൊത്തമായിട്ടൊന്ന് കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കത് ശരിയായി കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം പൊടിയിട്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഓരോന്നിൻ്റെ മുകളിലും നന്നായിട്ട് കോട്ടിങ് ആയിട്ട് നല്ല പിടിച്ച് നിന്നോളും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ കോളിഫ്ലവർ ഒന്നും പുറത്ത് കാണൂല. കോൺഫ്ലവർ പൗഡർ മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മാത്രം അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത്തിരി ലൂസാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫ്ലവർ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടി 1 സ്പൂണ് മാത്രം, അത്രമാത്രം മതിയാവും. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ടും തന്നെ കോളിഫ്ലവറിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും നല്ല സുഖമാണ്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഓരോ കോളിഫ്ലവറിൻ്റെ മുകളിലും അതിൻ്റെ ബാറ്ററിൽ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പിന്നെ അവസാനം കുറച്ചും കൂടിയും കോൺഫ്ലവർ പൗഡർ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ 20 മിനിറ്റ് എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി പോകും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒട്ടി പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കോരിയെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുള്ള കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.